أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل جعلنا موالي مما ترك الوالدان والأقربون. ആയത്തിന് രണ്ട് മാനയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വലിക്കുല്ലിൻ എന്ന് പറഞ്ഞാലോ, ഈ കുല്ലെന്ന് പറഞ്ഞാൽ ഒരു കുറേ വസ്തുക്കളെ കുറിച്ചിട്ട് മറ്റു ഇബാറത്തായിരിക്കുമല്ലോ. ലിക്കുല്ലി തരിക്കത്തിൻ ഒമാലിൻ, ഈ മരിക്കുന്ന ആള് ഉപേക്ഷിച്ച് പോകുന്ന സ്വത്തിനാണല്ലോ തരിക്കത്തെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തരിക്കത്തിനും ഉണ്ട് എന്നായി എന്താക്കിയിട്ടുണ്ട്, ജഅൽന മവാലിയ, മൗലകളെ ആക്കിയിട്ടുണ്ട്. മൗലകൾ എന്ന് പറഞ്ഞോ, മവാലി എന്ന് പറഞ്ഞാൽ ജം മൗല, മൗലാന്റെ ജമ്മാന്ന്. ആയി വറസത്തൻ, അത് വറസത്തുൻ മുത്തഫാബിത്തൂന ഫി ദറജ, ദറജയിൽ ഏറ്റ വ്യത്യാസമുള്ള കുറേ വാരിസ്യങ്ങൾ. ചിലർക്ക് എന്താക്കും 2/3 കിട്ടുമ്പോൾ ചിലർക്ക് ഫൗദിയെ കിട്ടുള്ളൂ, ചിലർക്ക് 6/1 കിട്ടുള്ളൂ. അപ്പോൾ മുത്തഫാബിത്തൻ എല്ലാവർക്കും തുല്യമായിട്ട് എടുത്തോളി എന്നല്ല പറയാം. യലൂനഹ, അഥവാ എന്താക്കും, അവർ ഏറ്റെടുക്കും. അതാണ് യലൂന എന്ന് പറഞ്ഞാൽ മവാലി മൗല എന്ന് പറയുമ്പോൾ ഏറ്റെടുക്കൽ എന്നൊരു സംഗതി ആണല്ലോ. അതിൽ നിന്നാണ് എന്താക്കി യലൂനഹ എന്ന് പിടിച്ചത്. വയഹരിസൂന മിൻഹ അൻസിബാഅഹും, ആ തരിക്കത്തിൽ നിന്ന് അവർക്കുള്ള ഓഹരി എന്താക്കും, അവർ സമ്പാദിക്കും. ബിഹസ്ബി ഇസ്തിഹഖാഖിഹിം, അവരുടെ അവകാശത്തിനനുസരിച്ചിട്ട്. ഭാര്യക്കാണെങ്കിൽ ഇന്നത്, ഭർത്താവിനാണെങ്കിൽ ഇന്നത്, ഉപ്പാക്കാണെങ്കിൽ ഇന്നത്, ഉമ്മാക്കാണെങ്കിൽ ഇന്നത്. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ വലിക്കുല്ലിൻ എന്ന് പറഞ്ഞതിൻ്റെ ബയാനാണ് ഇത് മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂൻ. അപ്പോൾ സങ്കല്പത്തിൽ എങ്ങനെ ഉണ്ടാവും, വലിക്കുല്ലിൻ മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂന ജഅൽനാ മവാലിയ. അപ്പൊ കുല്ലെന്തായി, തരിക്കത്തിനെ തൊട്ട് ഇബാറത്തായി. ആ തരിക്കത്ത് എവിടുന്ന് വന്നു, മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂൻ. അതിലെ വറസത്തുൻ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഞാൻ ആദ്യം വറസത്തിന്ന് വായിച്ചിട്ട് മുത്തഫാബിത്തൂനെ കണ്ടതിൻ്റെ പേരിലാണ് വറസത്തുൻ എന്ന് പിന്നെ ഞാൻ തിരിച്ചു വായിച്ചത്. അല്ലെങ്കിലോ ജഅൽന മവാലിയയിൽ നിന്ന് ബദലെടുക്കുകയാണെങ്കിൽ വറസത്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തഫാബിത്തൈനി, മുത്തഫാബി അല്ല, എന്നാൽ അത് യാഗ കൊടുക്കണ്ടി, ബാബ് കൊണ്ടല്ല ജന്തുനിസ്മ കൊടുക്കൽ, എങ്ങനെ യാഗ കൊണ്ടല്ല. അപ്പം മുത്തഫാബിത്തൂനാന്ന് കണ്ടതിൻ്റെ പേര് എന്താക്കി വറസത്തുൻ കൊടുത്തു. സിഫത്ത് നോക്കിയിട്ട് മൗസൂഫിനെ മറിച്ചു. വലിക്കുല്ലിൻ മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖ്റബൂന, മാതാപിതാക്കന്മാരും ബന്ധുക്കളും ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിനാൽ ഓരോന്നിനുമുണ്ട് മവാലിയ, അത് ഏറ്റെടുക്കാനുള്ള അവകാശികളെ ഞാനാക്കിയിട്ടുണ്ട്. ചിലർ ഫർദിൻഹലുകാരാകാം, ചിലർ അസമക്കാരാകാം, പിന്നെ നബുൽ അർഹാമാണെന്ന് പറഞ്ഞാലും എന്നാൽ ഓഹരി കിട്ടാത്തവരുണ്ടാകാം. അത് മനസ്സിലായില്ലേ? അപ്പം മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന എന്ന് പറഞ്ഞത് ബയാനുൽ ലിക്കുല്ലിൻ. ഏത് കുല്ലിൻ്റെ? എല്ലാത്തിനും അർത്ഥം വെച്ചത് ആദ്യം പറഞ്ഞ വലിക്കുല്ലിൻ. അപ്പൊ തഖ്ദീർ മനസ്സിലായില്ലേ? വലിക്കുല്ലിൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന ജഅൽനാ മവാലിയ. മാതാപിതാക്കന്മാരോ ബന്ധുക്കളോ ഉപേക്ഷിച്ചു പോകുന്ന ഓരോ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിന് ഞാൻ തന്നെ എന്താക്കി ഇന്ന അവകാശം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നു. അത് മനസ്സിലായില്ലേ? അപ്പൊ ബയാനുള്ളി കുല്ലിൻ എങ്ങനെ, മാൽ ഫസ്ലി ബിൽ ആമിൽ, ആമിൽ കൊണ്ട് ഫസ്ലാക്കി. ലിക്കുല്ലിൻ്റെ അടക്കം എന്താക്കി ജഅൽനാ മവാലിയ നടക്ക് കൂട്ടിക്കൊടുത്തു. ഏതാ ആമിലി ബഹുവ ജഅൽന. ഇനി പറയാ മവാലിയ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ വറസത്തുൻ എന്നല്ല പറഞ്ഞത്, അതന്നെയാ പറയുന്നത്. ഹും അസ്ഹാബുൽ ഫറായിലി വൽ അസ്ബാത്ത് വഗൈറുഹുമാ മിനൽ വുറാസ്. അസ്ഹാബുൽ ഫറായിലുണ്ട്, വൽ അസ്ബാത്തു. അസ്ബാത്തിന്റെ അസ്ഹാബ് എന്നല്ല, അസ്ബാത്ത് അസ്ഹാബിന്റെ മൊള്ളാത്തഫ് ഓഹരിക്കാർ.
അപ്പോൾ ഫറായിലിൻ്റെ അഹലുകാർക്ക് എന്തുണ്ടാകും? മേൽപ്പറയപ്പെട്ട 6 വിഹിതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഹിതം അവർക്ക് കണക്കാക്കിയിട്ടുണ്ടോ? അത് ഏറുമില്ല കുറയുമില്ല. അസബക്കാർക്ക് എത്രയാന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ മുഴുവനും കിട്ടും, ചിലപ്പോൾ കഴിച്ച് ബാക്കി കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല എന്നും വരും. ഇനി ഇതൊരു തഫ്സീറാ പറഞ്ഞത്. അടുത്ത് വയജൂസു അഞ്ഞക്കൂനൽ മാന. ഇനി മാന എന്താക്കാം? മാറ്റാം. വലിക്കുല്ലി ഖൗമിൻ ജഅൽനാഹും മവാലിയ. അപ്പൊ തരിക്കത്തിൽ നിന്ന് വിട്ടു. വലിക്കുല്ലി ഖൗമിൻ, ഓരോ ഖൗമിനും ജഅൽനാഹും, നാം അവരെ എന്താക്കി? എങ്ങനത്തെ ഖൗമിന്? ജഅൽനാഹും, അവർ നാം എന്താക്കി? മവാലിയാക്കി. 2 മുറാസൻ. ഖൗമിന്റെ സിഫത്ത് ജുംല. വലിക്കുല്ലി ഖൗമിൻ, എങ്ങനത്തെ ഖൗമ്? ജഅൽനാഹും മവാലിയ, അവരെ മൗലകളാക്കിയിട്ടുണ്ട്. മൗല എന്ന് വെച്ചാൽ വാരിസ്യങ്ങൾ. അപ്പൊ വാരിസ്യങ്ങളാക്കിയ ഓരോരുത്തർക്കുമുണ്ട് നസീബും മുഅയ്യനുൻ. ഖബർ എന്താ പറയാ? മുബ്തദാ മുഅഖർ. എന്തിൽ നിന്ന്? മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. പക്ഷെ എത്തിച്ചേരൽ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതായത് കുറേ മൗലകൾ നിശ്ചയിച്ചിട്ട് ഓർക്ക് ഇന്ന ഓഹരിയുണ്ട് എന്ന് പറഞ്ഞ്, അല്ല ഇന്ന ഓഹരിക്കാർക്ക് ഇന്ന ആളുകളുണ്ട് എന്ന്, രണ്ടും കണക്കല്ലേ. ഓരോരുത്തർക്കും ഓരോ കുപ്പായ ഉണ്ട് എന്ന് പറഞ്ഞാലും ഓരോ കുപ്പായത്തിന് അതാതിൻ്റെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും മയന ഒന്ന് തന്നെയാണല്ലോ. അപ്പം തിരിച്ചിട്ടേ ഉള്ളൂ. ഇനി പുതിയൊന്ന്, വല്ലദീന അഖദത് അയ്മാനുക്കും, നിങ്ങളുടെ അയ്മാന് ഉടമയാക്കിയതുണ്ടാവും. എന്നുവെച്ചാലോ, ഹും മവാലിൽ മുവാലാത്തി കാനൽ ഹലീഫ് യരിസു സുദുസ മിൻ മാലി ഹലീഫിഹി എന്നാണ് പഴയ കാലം. ഇങ്ങനെ ഒരാൾ ഒരുപാട് സഖ്യ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാലിൽ നിന്നെന്താക്കും? സുദുസ് അവർക്ക് അനന്തരം കിട്ടുമെന്ന്. ഇപ്പം അതില്ല. സുദുസ് കിട്ടും. എത്ര വരെ അയൽക്കാർക്ക് ഇർസ് കൊടുക്കേണ്ടി വരും എന്ന വക്കത്തോളെത്തിന്ന് പറഞ്ഞിട്ടില്ലേ? എന്നതുപോലെ സഖ്യം ചേരുന്ന എന്നാൽ രണ്ടാളും സംഘടിക്കല്. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൊടുക്കുന്നില്ല, ഇന്നാളൊന്നും പറഞ്ഞു ഒരു സംഗതിക്ക് വേണ്ടിയിട്ട്. ഫനുസിഖ, അതെന്താക്കി? നസ്ഖ ചെയ്യപ്പെട്ടതാണ്. ബിഖൗലിഹി തആല വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ. അപ്പോൾ പുറത്ത് കൊടുക്കുന്നതിനേക്കാണ് ഉലുൽ അർഹാം ആണ് കൊടുക്കേണ്ടത് എന്നുണ്ടാക്കി അവർ അത് നസ്ഖ ചെയ്തു. അപ്പോൾ വൽ മാന എന്തായി? അഖദത്ത് അയ്മാനുക്കും നുഹൂദഹും വഹുവ മുബ്തദഉൻ മുതളമ്മിനുൻ ലിമാന ശർത്തി. ഏതാ മുബ്തദ? വല്ലദീന അഖദത്ത് അയ്മാനുക്കും എന്ന് പറഞ്ഞില്ലേ, അത് മുബ്തദയാണ്. അതിൻ്റെ ഖബർ ഏതാ? ഫആതൂഹും നസീബഹും എന്ന്. അവർക്കുള്ള ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ഫആതൂൻ്റെ ആ മുബ്തദ ഖബറിൽ എന്തുകൊണ്ട് പാവന്നു എന്നാണ് ചോദ്യം. മുബ്തദ ഖബറും പറഞ്ഞ ഖബറിൽ എന്തുകൊണ്ടാണ് ഫാ കിടക്കുന്നത്? മുബ്തദയിൽ ഷർത്തിന്റെ മാന ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എന്താക്കിയത്? ഫാ കൊടുത്തു. ചില മുബ്തദാക്ക് എന്താക്കും? ഖബറിൽ ലാമ കൊടുക്കലുണ്ട്. ഇന്നൻ്റെ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം എന്നതുപോലത്തെ മറ്റൊരു പ്രയോഗമാണ് വല്ലദീന അഖദത്ത് അയ്മാനുക്കും എന്ന് പറഞ്ഞ മുബ്തദാന്റെ ഫആതൂഹും നസീബഹും എന്ന ഖബറിൽ എന്തായി? ഫാ കടന്നത് എന്താണ്? മുതളമ്മിനുൽ ലിമാന ശർത്തി, ഷർത്തിന്റെ മാനയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വലിദാലിക സുദ്ദിറൽ ഖബറു, ഖബർ എന്തായി? തലക്ക് കൊടുത്ത് ബിൽ ഫായി. ഏതാ ഖബർ? ഫആതൂഹും നസീബഹും എന്ന ഖബറിന്. അപ്പം സുദ്ദിറൽ ഖബറുവിൻ്റെ എന്താ ബദലാണ് ഫആതൂഹും നസീബഹും എന്ന ഖബറിന് എന്തായി? ഫാ കൊണ്ട് ഐ ഹല്ലുഹും മിനൽ മീറാസ്, മീറാസിൽ നിന്നുള്ള ഒരു ഹല്ലുണ്ട്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് മൻസൂഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അർഹാമിന്റെ ആയത്ത് കൊണ്ടെന്തായി? അത് മൻസൂഖായി. അപ്പൊ ചുരുക്കത്തിൽ എന്തായെന്നറിയോ? ഓരോ ഓഹരിക്കാർക്കും നിശ്ചയിക്കപ്പെട്ട ഓഹരിക്കാറുണ്ട്. ഈ നിങ്ങളെ അക്കതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ, ഒരു സംഗതിക്ക് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നാകുക. ഏതുപോലെ കച്ചവടത്തിൽ ശരിക്ക് വന്നതുപോലെയുള്ള അതിന് ചില നിയമം വകുപ്പിലുണ്ടാകും. ഇങ്ങനെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അലാ ഷൈഇൻ മിനൽ അശ്യാഇ അല്ലതി മിൻ ജംലതിഹൽ ഈതാഉ വൽ മൻഉ. കൊടുക്കലും കൊടുക്കാതിരിക്കലും അള്ളാഹുവിൻ്റെ
കഴിവുള്ള അഷ്യാക്കളിൽപ്പെട്ടതാണ്. അപ്പോൾ ആ വസ്തുക്കൾക്കെല്ലാം ഷഹീദ, അള്ളാഹു താല ഷഹീദാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളിനാ അല്ല, ഷാഹിദൻ, അള്ളാഹു താല സാക്ഷിയാണ്. അപ്പം ഫഫീഹി തർഗീബുൻ ഫിൽ ഇഹ്തായി, അപ്പൊ കൊടുക്കാനുള്ള ഒരു പ്രേരണ അതിലുണ്ട്. കൊടുത്ത കൂലി ഇതിലൊന്നല്ലോ പറയുന്നത്. അതുപോലെ തഹദീദുൻ അലാ മൻഇ നസീബിഹിം, അവർ ഓഹരി കൊടുക്കാതെ തടഞ്ഞിരുന്നാൽ അതിന് ഭയാൻ ശിക്ഷയുണ്ട് എന്നുള്ള പേടിപ്പിക്കലുണ്ട്. നിങ്ങൾ കൊടുക്കലോ കൊടുക്കാതിരിക്കലോ എന്ത് ചെയ്താലും അള്ളാഹു താല ഷഹീദാണ്, സാക്ഷിയാണെന്നല്ല പറയുന്നത്. അപ്പൊ കൊടുക്കുന്ന കൂലി വരും, കൊടുക്കാത്താക്കാം ശിക്ഷയും കിട്ടും. അപ്പൊ അതിലെന്തുണ്ട്? രണ്ടും ഉണ്ട്, പേടിപ്പിക്കലും. ഇനി കാല ബഅ്ളുഹും, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അൽ മുറാദു മിനല്ലദീന അഖദത അയ്മാനുക്കും എന്ന് പറഞ്ഞില്ലേ, അത് നേരത്തെന്താ പറഞ്ഞ നിങ്ങൾ മൗലകളാക്കി വെച്ചെന്നല്ലേ പറഞ്ഞ. അവിടെ പറയുന്നത് അൽ ഹുലഫാ, ഹുലഫാക്കളാണ്, ഹലീഫ്. വൽ മുറാദു ബി ഖൗലിഹി ഫആതൂഹും എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണം. അൻ നുസ്റത്തു വൻ നസീഹത്തു വൽ മുസാഫാത്തു ഫിൽ, അപ്പോൾ പൈസ കൊടുക്കലല്ലാന്ന് പറഞ്ഞു. ഹുലഫാക്കളാന്ന് വെച്ച് നേറ്റങ്ങ് തന്നെ വെച്ചത്, അവർക്ക് കാശ് കൊടുക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താക്കണം? ആ തൂഹും നസീം, അവർക്ക് കിട്ടാനുള്ള അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ തന്നെ ആവണമെന്നില്ല. ഒന്ന് സഹായം, എന്നാൽ അവരോട് ഗുണകാംക്ഷയോടെ പെരുമാറണേ. വൽ മുസാഫാത്ത് പെരുമാറ്റത്തിൽ എന്താണ്, ഒരു അസൂയയോ അല്ലെങ്കിൽ ചതിയോ ഒന്നുമില്ലാതെ നല്ല നിലക്ക് കൊണ്ടുപോക്കുന്നു. അപ്പൊ ഇതപ്പം എന്തായി? പൈസ ഇല്ലാത്തതായി. അപ്പൊ സ്വഭാവം, അപ്പൊ ഫഅലാ കുല്ലി അഹദിൻ അൻ യൻസുറ അഖാഹുൽ മുഅ്മിൻ. അപ്പൊ ഇത് അന്നലക്ക് വെച്ചാൽ മൻസൂഖ് അല്ല. എന്തായാലും പൈസ കൊടുക്കലല്ലേ മൻസൂഖാക്കിനി. ഫഅലാ കുല്ലി അഹദിൻ അൻ യൻസുറ അഖാഹുൽ മുഅ്മിൻ, അപ്പൊ മുഅ്മിനായ സഹോദരനെ സഹായിക്കൽ അവന്റെ കടമയാണ്. വയുഖാലിതഹു അലാ വജ്ഹിൽ ഖുലൂസ് വൻ നസീഹ, നല്ല ഖുലൂസ്, അതായത് അസൂയയോ മറ്റൊന്നും കൂടിക്കലിടാത്ത രീതി നസീഹത്തോടുകൂടി എന്താക്കണം? അവനോട് പെരുമാറലും. ലാ അലൻ നിഫാഖി, നിഫാഖും ആകാൻ പാടില്ല. വൽ അദാവത്തിൻ്റെ മേലിലും ആകാൻ പാടില്ല. അപ്പം മോമിനീയങ്ങളായ ഇഖ്വാനിയങ്ങളോട് എന്താക്കും? ഒന്ന് കൂട്ടുകൂടി കഴിഞ്ഞാൽ ആ കൂട്ടിന് ഒരു നിയമമുണ്ടല്ലോ, ഒറ്റക്കൊറ്റക്കാകുമ്പോലല്ലോ. സഹയാത്രികരുണ്ട്, മുമ്പ് കുറേ കണ്ടില്ലേ, സഹയാത്രികരുണ്ട്, സഹപാഠികളുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കുള്ള ഉദാഹരണം ഫീ തവാദ്ദിഹിം, അവരുടെ പരസ്പര സ്നേഹത്തിലും, വതറാഹുമിഹിം, അവർ പരസ്പരം കാട്ടുന്ന കാരുണ്യത്തിൻ്റെയും, വതആതുഫിഹിം, അവരുടെ സഹകരണത്തിൻ്റെയൊക്കെ വിഷയത്തിൽ കമസലിൽ ജസദി, ഒരു ശരീരത്തിൻ്റെ മിസാല് പോലെയാണ്. അപ്പോൾ ശരീരത്തിനോട് എന്താക്കി ഉപമിച്ച്. അപ്പോൾ ശരീരത്തിനോടെന്ന് പറയുമ്പോൾ വജഹുശബഹ് ചിലത്തിൽ പറയും, ചിലർ പറയൂല. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് വിഷയത്തിലാണ് ഇത് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതിനാ വജഹുശബഹ് എന്ന്. വജഹുശബഹ് ചിലപ്പം പറയും, ഇല്ലെങ്കിൽ പറയൂല. അപ്പോൾ ഇതഷ്ടക്ക ഉളവൻ, ഒരംഗം രോഗം വന്നാൽ തദാഅ ലഹു സാഇറുൽ ജസദി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം എന്താകും? അങ്ങോട്ട് സഹകരിക്കും. ബിസ്സഹരി, ഉറക്കില്ലായ്മ കൊണ്ടും, വൽഹമ്മ, പനി കൊണ്ടും. ഒരംഗത്തിനായിരിക്കും രോഗം വന്നത്. ഇതേമാതിരി ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും ഒരു സഹകരണം. അതുകൊണ്ട് ഫൽ വാജിബു, വാജിബായ കാര്യം അൻ യുഹിബ്ബൽ മർഉ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെടലാണ്. മാ യുഹിബ്ബു ലിനഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നൊരു കാര്യം മിനൽ ഖൈറിനാൽ, എന്തായി അതിനെ ലാഭിത്തി. സ്വന്തം നഫ്സിന് എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവണം. വയൻസഹു ലഹും, അവരോട് നുസ്ഹ ചെയ്യണം. ഫീ ളാഹിരിൽ അംരി, ബാഹ്യത്തിൽ. എന്തുകൊണ്ട്? ഫഇന്ന നസീഹത ഇമാദുദ്ദീൻ, നസീഹത്ത് എന്ന് വയൽ പറയുന്നല്ലേ, ഇന്നാണ് നസീഹത്ത് പറയുന്ന. അതല്ല, ഇത് കൽബിൻ്റെ ഹാലാണ്. ആ ഹാലിനെ തുടർന്ന് ചിലപ്പോൾ വയൽ പറയൽ വന്നാൽ അതിന് നസീഹത്ത് എന്ന് പേരുന്നേ ഉള്ളൂ. ഇന്നാൾ വന്നിട്ടുണ്ട്, നിങ്ങൾ നസീഹത്ത് പറയുന്നത് സമ്മതം ചോദിക്കേണ്ട വന്നാൽ സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഫഇന്ന നസീഹത ഇമാദുദ്ദീൻ, ദീനിൻ്റെ എന്താന്ന്? ഇമാദാണ്.
വൈസീനു അതുപോലെ തന്നെ നീക്കണം. മാ യൂജിബു തഅദ്ദിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നീക്കണം. എന്തുകൊണ്ടാണ് നീക്കേണ്ടത്? ബിൽ മൗഇലത്തി വസ്സജ്രി വാല് പറയലുകൊണ്ടും അതിനെ തടയലുകൊണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്താക്കണം? അപ്പം തന്നെ പറഞ്ഞിട്ട് ശരിയാക്കണം. സജർ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മൻഇ അമ്മാ ലാ യലീഖു അനുയോജ്യമല്ലാത്ത കാര്യങ്ങളുണ്ടായാൽ അത് തടയുക, അങ്ങനെ വേണ്ട. എന്നിട്ടോ വയുആമിലഹും ബിർറഹ്മത്തി വശഫഖത്തി റഹ്മത്തോടുകൂടിയും ശഫഖത്തോടുകൂടിയും അവരോട് പെരുമാറുകയും വേണം. വലാ യദ്കുറു അഹദൻ ബിമാ യക്റഹു മറ്റ് ഒരാളെ അവൻ ഇഷ്ടപ്പെടാത്തത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഫഇന്ന മലക്കൻ വുക്കില ബിൽ അബ്ദി അബ്ദിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. യറുദ്ദു അലൈഹി മാ യഖൂലു ലി സാഹിബിഹി സാഹിബിന് അവനെ പറ്റി പറയുമല്ലോ, അന്നേരം മലക്കെന്താക്കും? അതിന് റദ്ദ് ചെയ്യും. നീ പറഞ്ഞ കളവാണ്, നീ പറഞ്ഞത് ശരിയല്ല എന്നെന്താക്കും? മലക്കെ റദ്ദ് പറയും. വലാ യസ്തബ്ശിറു ബിമക്റൂഹി അഹദിൻ ആർക്കെങ്കിലും അനിഷ്ടകരമായ കാര്യമുണ്ടായാൽ ഇവന് സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല. അതിൽ ശമാത്തത്ത് കായിനം മൻകാന അതാരായാലും ശരി. വയതബദ്ദദു ഇലന്നാസ് ജനങ്ങളിലേക്ക് ഇവൻ സ്നേഹം പ്രകടിപ്പിക്കണം. ബിൽ ഇഹ്സാൻ ഇഹ്സാൻ ചെയ്യലുകൊണ്ട് ഇലാ ബർദിഹിം വഫാദിരിഹിം അവരിൽ ഗുണം ചെയ്യുന്ന ആളായാലും ശരി ഫാജിറായാലും ശരി. വയതഹമ്മലുൽ അദാ മിൻഹും മഷി കുടിച്ചിരുന്ന എല്ലാവർക്കും മഷി കുടിക്കലോന്ന് ഇന്നലെ പറയുന്നത് ഞാൻ തന്നെയാണ്. സകലയാൾക്ക് മഷി കുടിക്കും. അതെ അതെ ഡോക്ടറോടെ ഞാൻ എന്താ പറയണ്ടെന്നല്ലോ കുടിക്കണ്ട. അല്ല ഭാസ്മത്തിൽ അഡ്മിറ്റ് ചെയ്താൽ ഇന്നത് ചെയ്യണമെന്നും ഡോക്ടറോട് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാണ് ഇത്? ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പം. അതായത് ചുരുക്കത്തിലുള്ള സാഹചര്യം ആരെ കെട്ടി എത്ര പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇപ്പം എല്ലാത്തിലും ഉള്ളത്. എന്തെങ്കിലും ഇതിന് പറയുന്നത് ഇപ്പം ഞമ്മന്താ പറയുക? ഞമ്മൻ മുമ്പ് വരക്കാൻ നല്ലുണ്ട്. ഡോക്ടറെ കൂടെ ഒന്നും അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. പണ്ട് ഇവനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു നമ്മളെ മരിയനെ കൊണ്ടപ്പോൾ. നിങ്ങൾ ചികിത്സക്ക് വന്നതോ പഠിപ്പിക്കാൻ വന്നതോ? അവൻ നിന്നെപ്പോൾ തന്നെ പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അവനക്ക് കുട്ടിക്കാലത്ത് ഷുഗർ ഉണ്ടായിന്, അതും കൂടെ കൂട്ടി വായിക്കണമെന്നാണ് പറഞ്ഞോട്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നു, നീ പഠിപ്പിക്കാൻ വന്നതോ അല്ല ചികിത്സിക്കാൻ വന്നതോ? അങ്ങനെ വെച്ച് പറഞ്ഞ് നിന്നെപ്പോൾ തന്നെ പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത്ര ഓപ്പറേഷൻ ഉണ്ടാക്കണം, പോലീസുകാർക്ക് ഇത്ര കേസ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ മറ്റേ നാലാളെ കെട്ടി പിടിച്ച് ഉള്ളിലോട്ടിടാന്ന് പറയും. ഇതെല്ലാം ഫോണിൽ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അവൻ മാപ്പിളയാണോ? അങ്ങനെയാണെങ്കിൽ ആ രണ്ടാളെ പിടിച്ച് ഉള്ളിലിട്ട് മറ്റൊന്നെ പിടിച്ച് കെട്ടിത്തൂക്ക്, കാല് മേലുണ്ടാക്കി കെട്ടിത്തൂക്കണം എന്ന് പറയും. എല്ലാത്തിനും പേര് മഷി കുടിച്ചു. എല്ലാ രംഗത്തുണ്ട് ഇത്. നമ്മുടെ വാച്ചാമ്പിനെ പേടിച്ചത് മറ്റവൻ പറഞ്ഞ്, നിങ്ങൾ ദേശം നേര് പറഞ്ഞാൽ നമുക്ക് വാടക പൈസ പോലും കിട്ടൂല, ഈ വീട് മാറ്റണം, അതിൻ്റെ പല്ലൊടിഞ്ഞത്, ഇത് തുരുമ്പ് പിടിച്ചത്, അത് അങ്ങോട്ടൊക്കെ ഉണ്ടാക്കണത്, ഇത്ര സാധനങ്ങൾ മാറ്റാനുണ്ടെന്ന് ഇഷ്ടം കരുതി കൊടുക്കണം. ഞാൻ പറഞ്ഞ് എന്തിനും ഇത് ഇല്ലാത്ത കളവറിന്ന് ലാസ്റ്റ് ഓലേറ്റിച്ച് കൊടുത്താൽ നടക്കൂലേ? ഞാൻ നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞു. ഓൻ പണിയെടുത്തോണ്ട് വെക്കുമ്പോൾ എന്താക്കി നെറ്റിക്കൊന്ന് വേറെ പിറ്റി വാശിൻ്റെ ഉള്ളിൽ. അന്നേരം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒപ്പിച്ച് വിട്. 5-6 മാസം നടന്നു വന്നു. ഉപ്പുവെള്ളം വിറ്റിട്ട മാച്ചോളം ശരിയാക്കല്. അപ്പം ഇവെന്താക്കിയെന്നറിയോ? നുസ്ഹ പ്രകടിപ്പിക്കേണ്ടുന്ന മേഖലകളാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്. വബിഹി യദ്ഹറു ജൗഹറുൽ ഇൻസാൻ അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ തനിനിറം വെളിപ്പെടുക.
തിരിഞ്ഞില്ലേ? അപ്പം ലിക്കുല്ലും ജാലിന മവാലിക്ക് രണ്ടർത്ഥം കൊടുത്ത്, വല്ലതീന അക്കദത്ത് അയ്മാനക്കും രണ്ടർത്ഥം കൊടുത്തു. ഒന്ന് സഖ്യം ചെയ്ത ആളുകൾക്ക് സുദുസ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ക്യാൻസലാക്കി. മറ്റേതോ നല്ല പെരുമാറ്റങ്ങളും നല്ല വാക്കുകളും നല്ല നിസ്സുഹം ഇതെല്ലാം കൂടെ കൂട്ടി വയലേക്കും. അതാണ് തീർന്നത്. ഇനി പുരുഷനും സ്ത്രീയുടെയും ദർജ ഒന്നല്ല എന്നാ പറഞ്ഞു വരുന്നത്. الرجال قوامون على النساء. റിജാല് സ്ത്രീകളെ മേൽ ഖവാമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖായിമൂന ബിൽ അംരി ബിൽ മസാലിഹി. ഉണ്ടോ? എല്ലാ കാര്യങ്ങളും കൊണ്ട് മസ്ലഹത്ത് കൊണ്ട് നിലനിൽക്കുന്നവരാണ് ആര്? റിജാല്. വന്നഹ്യ അനിൽ ഫലാഇഹി. മസ്ലഹത്തല്ലാത്ത ആക്ഷേപകരമാകുന്ന കാര്യങ്ങളെ തൊട്ട് തടയാനും. എങ്ങനെ? ഖിയാമൽ വുലാത്തി അലർ റഅയ്യത്തീൻ. ഭരണകർത്താക്കന്മാര് പ്രജകളിൽ മേൽ നിൽക്കുന്നത് പോലെ. അതല്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ തന്നെ ഭരിക്കപ്പെടുന്നോളൂ എന്നല്ലേ അർത്ഥമുണ്ട്. അപ്പൊ ഖവ്വാമൂന എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്താണ് ഇത് ഖിയാമുൽ വുലാത്തി അലർ റഅയ്യത്തി. ഭരണീയരുടെ മേലിൽ ഭരണകർത്താക്കന്മാർ നിൽക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ. മുസന്നത്തൂന അലാ തഅദീബിഹിന്ന. അവർക്ക് അദബുകളും മറ്റും പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് ആരായത്? റിജാല ഖവാമികളായത്. അതിന് രണ്ട് കാരണം പറഞ്ഞു. വഅല്ലല ദാലിക ബി അംറൈനി. അതിന് രണ്ട് കാര്യമാണ് ഇല്ലത്ത് പറഞ്ഞത്. ഒന്നെന്താ? വഹബിയാണ്, മറ്റൊന്ന് കസ്ബിയുമാണ്. എന്താ വഹബി? ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅലിൻ. അതാണ് വഹബി. അത് ഇവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല. സ്ത്രീകളെ അപേക്ഷിച്ച് പലതുകൊണ്ടും എന്താക്കി ബാലിനേക്കാൾ അള്ളാഹു തആല തഫ്ളീലാക്കിയ ആ പുരുഷന്മാരുടെ എന്നുള്ള ആ ഫളീലത്ത് തന്നെ. രണ്ടാമത്തെ ഏതാ? വബിമാ അൻഫഖൂ. അതാ പറഞ്ഞിട്ട് ഐ ബിസബബി തഫ്ളീലിഹി റിജാല അലൻ നിസാ. നിസായിനേക്കാൾ റിജാലിനെ അള്ളാഹു തആല തഫ്ളീലാക്കി എന്ന കാരണത്തിന് വേണ്ടി. ബിൽ ഹസ്മി വൽ ഇസ്സത്തി വൽ ഖുവ്വത്തി വൽ ഹമാസത്തി വസ്സമാഹത്തി. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന യോഗ്യതയാണ് പറഞ്ഞത്. നല്ല മനക്കെട്ടി, അതുപോലെ ഇസ്സത്ത്, ശക്തി, ധീരത, ഇതെല്ലാം നോക്കിയിട്ട് പുരുഷന്മാർക്കുള്ള യോഗ്യതകളെ പറയുന്നു. രണ്ടാമത്തെ കാരണം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഐ വബിസബബി ഇൻഫാഖിഹിം മിൻ അംവാലിഹിം. അതാ പുരുഷന്മാരുടെ സമ്പത്തിൽ നിന്ന്. അതാണ് ഇത് കസ്ബി. അതിൽ നിന്ന് ചെലവാക്കിയ കാരണത്തിന് വേണ്ടി. എന്തിൽ ചെലവാക്കിയിട്ടുണ്ട്? ഫീ നിക്കാഹിഹിന്ന. വറ നിക്കാഹ് ചെയ്യാനും. കൽ മഹരി വന്നഫഖത്തി. മഹർ കൊടുക്കണം. വന്നഫഖത്തു. റളിയ അന്ന സഅദ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അഹദു നുഖബാഇൽ അൻസാരി. അൻസാരിമാരായ സഹാബത്തിൽ റളിയല്ലാഹു അൻഹു നുഖബാ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുണ്ട്. അതിൽപ്പെട്ടാണ് ആര്? സഅദ് ബിൻ റബീഅ. നശസത്ത് അലൈഹി ഇംറഅതുഹു. പെണ്ണുങ്ങളതായി വഴക്കായി. ആരാ പെണ്ണുങ്ങോ? ഹബീബത്തു ബിൻതി സൈദിൻ. എന്നിട്ടോ ഫലതമഹ. ആ പെണ്ണുങ്ങൾക്ക് ഒരു അടി കൊടുത്തു. ഫന്തലക ബിഹാ അബൂഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾക്കിലേക്ക് ഉപ്പ പോയിട്ട് വശക്ക പരാതി പറഞ്ഞു. ഫഖാല അലൈഹിസ്സലാം അന്നു ലനഖതസന്ന മിന്നു. നമുക്ക് അവൻ്റെ വക്കുന്ന പ്രതികാരം എടുക്കാന്ന് പറഞ്ഞിട്ട് വിട്ടു. അടിച്ചേനെ. ഫനസലത്. അപ്പോൾ ആയത്തിറങ്ങി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അറദ്ന അംറൻ വഅറാദല്ലാഹു അംറ. നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചു, അല്ലാഹ് മറ്റൊന്ന് ഉദ്ദേശിച്ചു. വല്ലദി അറാദല്ലാഹു ഖൈറുൻ. അള്ളാഹു ഉദ്ദേശിച്ചതാണ് ഖൈറ്. വറുഫിയൽ ഖിസാസു ബൈനഹുമാ. പിന്നെ ആ ഖിസാസങ്ങൾ പോയി. അതായത് പുരുഷന്മാരുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അല്ലാണ്ട് അടിച്ച് അങ്ങനെ ആസ്പത്രി പോകണമെന്നല്ല എൻ്റെ വേന. തഹദീബിന് വേണ്ടിയുള്ള ഒരു അടിയുണ്ടാവും. അടുത്തീർന്നേ. ഇനി فالصالحات قانتات حافظات للغيب بما حفظ الله. فالصالحات منهن. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹത്തായ പെണ്ണുങ്ങൾ ഖാനിതാത്തുൻ എന്ന് പറഞ്ഞാലോ മുത്തിആത്തുൽ ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് അനുസരിക്കുന്ന പെണ്ണുങ്ങളാണ്. ഖായിമാത്തുൻ ബിഹുഖൂഖിൽ അസ്വാജ്. സൗജിൻ്റെ ഭർത്താക്കന്മാരുടെ കടമകളെ കൊണ്ട് നിലനിൽക്കുന്നവരുമാണ്. സാലിഹാത്തിൻ്റെ വിശേഷണ പറയുന്നത്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി.
ഗൈബിനെ കാത്തു സൂക്ഷിക്കുന്നല്ലേ. എന്താ ഈ ഗൈബ്? ഐ ലിമാ യജിബു അലൈഹിന്ന ഹിഫ്ളുഹു, കാക്കണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാക്കലാണ്. അപ്പൊ ഗൈബ് എന്ന് പറഞ്ഞാൽ മറ്റേ ബുദ്ധി എത്താത്ത അർത്ഥത്തിനല്ല. ഫി ഹാലി ഗൈബത്തിൽ അസ്വാജ്, അസ്വാജ് നാട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ എന്തിനെല്ലാം കാക്കാൻ പറഞ്ഞിട്ട്? മിനൽ ഫുറൂജ്, ഫർജുകളെയും കാക്കണം, വൽ അംവാൽ, ഭർത്താവിൻ്റെ മുതലും കാക്കണം, വൽ ബുയൂത്ത്, വീടും കാക്കണം. അപ്പൊ ലിൽ ഗൈബി എന്ന് പറഞ്ഞാൽ ഫി ഗൈബത്തിൽ അസ്വാജ്, ഭർത്താക്കന്മാരില്ലാണ്ടിരിക്കുമ്പോൾ. വഅനി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, നിസാഇന്റെ കൂട്ടത്തിൽ ഖൈർ ഒരു പെണ്ണാണ്. ഇൻ നളർത ഇലൈഹാ സർറതുക, നീ അവളെയൊക്കെ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കും. വഇൻ അമർതഹാ അത്വഅതുക, നീ കൽപ്പിക്കുകയാണെങ്കിൽ അവളെന്താക്കും? അനുസരിക്കും. വഇദാ ഗിബ്ത അൻഹാ ഹഫിളതുക ഫീ മാലിഹാ വനഫ്സിഹാ, നീ നാട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ എന്തായി? നിന്നെയും കാക്കും, നിന്റെ മാലിലും അവളെ നഫ്സിലെല്ലാം കാക്കും. അവിടെയാണ് ഏത് ഹഫിളാത്തുൽ ലിൽ ഗൈബിന്റെ ഇട വന്നത്. അതാ ബിമാ ഹഫിളല്ലാഹുവിന്റെ മാന എന്താ? മാ മസ്തരിയത്താണ്. എന്താ മസ്തരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫീല് മാ കടത്തി കഴിഞ്ഞാൽ ആ ഫീലിനെ എന്താക്കും? മസ്തറാക്കി മറിച്ചു കളിക്കും. ഇപ്പൊ ഹാഫിള എന്നുള്ളത് മാതിയായ ഫീലാണ്. അതിന് മാ കടന്നാൽ എന്തായി? ഹിഫുളിന്റെ വായനൊക്കെ കാക്കൽ എന്നായി. അപ്പൊ നെഹബിൽ ഇതിൽ തന്നെ നെഹബ് എന്നിട്ട് പ്രത്യേകം പഠിച്ചിട്ട് കോട്ടോണ്ട് സൂക്ഷിക്കലൊന്നുമില്ല. അത് സംസാരത്തിലും പ്രയോഗത്തിലും വരുത്താം. അതാ അപ്പൊ ഹിഫുള് മസ്തർ എന്താക്കും? അള്ളാഹുവിലേക്ക് ഫയലാക്കി. ഹാഫിള്ളാന്റെ ഫയലാണല്ലോ അള്ളാഹു. അപ്പൊ മസ്തർ എടുക്കുമ്പോ അള്ളാഹു തന്നെ ഫയലാക്കിയിട്ട് അവിടെ നിർത്തും. അപ്പൊ എന്താക്കണം? മസ്തർ ഫയലിലേക്ക് ഇളാഫത്താക്കിയാൽ മഫൂല് ബർത്തി എടുത്തു വരണം. അതാണ് ഇയ്യാഹുന്ന എന്ന് പറഞ്ഞത്. അല്ലോ ശിരസാദെ, അങ്ങനെയാണ് ഞാനിങ്ങനെ ഊഹിച്ചു പറയുന്നത് ഈ വിഷയത്തില്. പറഞ്ഞതാ മാ കടന്നിട്ട് ഹഫിളാൻ എന്താക്കി? ഹിഫ്ള് എന്നാക്കി. അപ്പോൾ അള്ളാഹു എന്താക്കി? അതിലേക്ക് മസ്തർ ഇളാഫത്താക്കി. ഇളാഫത്താക്കും ഫായിലേക്ക് ഇളാഫത്ത്. ഐ ബിൽ അംദി ബിഹിഫ്ളിൽ ഗൈബി, അതിന്റെ അർത്ഥം എന്തായി? അള്ളാഹു ആക്കൽ എന്ന് പറഞ്ഞാല് ഭർത്താവ് നാട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ അവന്റെ അഭാവത്തിൽ ഇന്നൊക്കെ കാത്തുകൊള്ളണമെന്ന് അള്ളാഹു താല പറഞ്ഞ് അവളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് എന്താക്കും? അവൾ പാലിക്കും. അനുസരിച്ചുണ്ടല്ലോ മസ്തരിയായിട്ട് വെച്ച് യൂസുഫ് സൂറത്തിലില്ലേ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക. അതെന്താന്ന്? വഹി മുഖേനയാണ് കിസ്സ പറയുന്നത്. അതുകൊണ്ട് വൽ ഹസ്സി അലൈഹി, ആ കാക്കാൻ വേണ്ടിയിട്ട് എന്താക്കി? പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. ബിൽ വഅദി, എന്താണ്? അള്ളാഹുവിൻ്റെ കൂലി വാഗ്ദാനം ചെയ്തുകൊണ്ടിട്ട്. വൽ വഈദ്, കാക്കാഞ്ഞാല് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടു. അതാണ് തീർന്നത്. അപ്പൊ സാലിഹാത്താന്ന പെണ്ണിനുള്ള ലക്ഷണങ്ങളാ പറഞ്ഞ. ഒന്ന് ഖാനിത്താത്ത്, രണ്ട് പിന്നെ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിള. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ഒരു പെണ്ണുങ്ങന്മാർ നിങ്ങൾ പേടിക്കുന്നുണ്ട്. നുശൂസഹുന്ന, അവള് ഇവനോട് എതിരായി നിൽക്കുന്നു. ഇതാരോടാ പറയുന്നത്? ഖിതാബുൽ ലിൽ അസ്വാജിനോടാണ് ഈ നിർദ്ദേശം. പെണ്ണ് നിങ്ങളെന്താക്കും? ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങളെ കഷ്ടത്തിലാക്കും എന്ന് കണ്ടാൽ അസ്വാജിനോടുള്ള കൽപ്പനയാണ്. വഇർശാദുല്ലഹും, അവരോടുള്ള ഇർശാദുമാണ്. ഇലാ തരീഖിൽ ഖിയാമി അലൈഹിന്ന, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള തരീഖിലേക്ക് അല്ലേ. അപ്പൊ തഖാഫൂന എന്ന് പറഞ്ഞാൽ പേടി തന്നാല് പാമ്പിനെ എന്തെങ്കിലുമൊക്കെ പേടിക്കുമ്പോൾ അങ്ങനെ പേടി ഉണ്ടാവോ? ഐ തളുന്നൂന ഇസ്യാനഹുന്ന, നിങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കൂല എന്നുള്ള ഇസ്യാനെ നിങ്ങൾ ഭാവിക്കുന്നുണ്ടെന്നേ അർത്ഥമുള്ളൂ. വതറഫഉഹുന്ന അൻ മുതാവഅതികും, നിങ്ങൾ അനുസരിക്കുന്നതിനെ തൊട്ട് ഓള് വലിയാളെന്ന് പൊങ്ങച്ചം കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഫഇലൂഹുന്ന,
അവർക്ക് ബാല് പറഞ്ഞു കൊടുക്കണം. ഫൻസഹൂഹുന്ന ബിത്തർഗീബി വത്തർഹീബ്, സന്തോഷവാർത്ത അറിയിപ്പിക്കുക. ഇങ്ങനെല്ലാക്കിയാൽ എന്താക്കും, നമ്മുടെ ജീവിതം എല്ലാം സ്വർഗം പോലെയാകുന്നൊക്കെ പറഞ്ഞിട്ട് തർഗീബ് ആക്കുക, അല്ലെങ്കിലോ അതിനുണ്ടാകുന്ന കോട്ടങ്ങളെ കുറിച്ചിട്ട് പേടിപ്പിക്കുകയും ചെയ്യാം. അപ്പം വാളിൻ്റെ മസ്തർ എന്താ? ഇല്ലത്ത്. വാള യഅ്ലു എന്ന് പറഞ്ഞ മസ്തർ വാള് ഇതല്ലേ, അതിനെന്താക്കും, വാവിനെ കളഞ്ഞിട്ട് താനെ പകരം കൊടുക്കും. വഹബ യഹബു എന്ന് പറഞ്ഞാൽ എന്താക്കുന്നത്? ഹിബത്ത്. വാബിന്റെ അസലിയല്ലേ, തലക്കത്തിലുള്ള വാബങ്ങ് ചാടും. എന്നിട്ട് ഇപ്പുറം എന്താക്കും, ഒരു ബാലില് താ കൊടുക്കും, ഇല്ലത്ത്. അങ്ങനെ മിക്കത്തുണ്ടല്ല. വമിക്ക യമിക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിച്ചു എന്നാണ്. യാ മുസ്തഹിഖിൽ മിഖാത്തി. എന്നിട്ടോ ഭീംക്ക് എന്നുള്ള എന്താക്കി, വാബ് കളഞ്ഞിട്ട് ഇപ്പുറത്താ കൊടുത്തു. അപ്പൊ മിക്കത്ത് എന്നായി. യാ സാദത്തി യാ സിഖാത്തി യാ മുസ്തഹിഖിൽ മിഖാത്തി. ജലാലിയൊക്കെ അർത്ഥം വെച്ചാൽ മിക്കത്തിന് അർത്ഥം കിട്ടുന്നില്ല പോലും. അവസാനം മക്കത്തിൻ്റെ ജമ്മാക്കി. മക്കത്ത് എന്ന് പറഞ്ഞാൽ കഠിനമായി വെറുപ്പെന്നും നേരെ ഓപ്പോസിറ്റ്. വമിക യമിക്കു, സ്നേഹിച്ച്, അതിനൊറ്റ സ്നേഹത്തിന് അത് മസ്തർ എടുക്കുമ്പോൾ എന്താവും? ഭീംക്ക് എന്നായി. ഭീംക്ക് എന്നാകുമ്പോൾ വാവിനോട് വേണം നീ പോയിക്കു വന്നു. അപ്പം മീമും കാപ്പും മാത്രമില്ലേ, ഇപ്പുറം ഒരു ഹാത്ത കൊടുക്കും, മീക്കത്ത്. അപ്പൊ സിഫത്ത് എന്ന് പറഞ്ഞാൽ മാതിരിയായി. അപ്പൊ സിഫത്തിന്റെ നിയമം എന്താന്ന്? സിഫാത്ത്. അതായത് മിക്കത്തിന്റെ നിയമം മിക്കാത്ത്. യാ സാദത്തി യാ സിഖാത്തി യാ മുസ്തഹിഖിൽ മിഖാത്തി, ഏറ്റവും അധികം സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടവരെ എന്നായി അർത്ഥം കിട്ടും. ഇതിനാണ് അടിയും തല്ലുന്നല്ല. ആദ്യം ജലാലിയെ ഒന്ന് ഓതണം, എന്നിട്ട് അപ്പം വെക്കും. അപ്പൊ ഇന്നെന്താ ഇല്ലത്ത് എന്നുള്ളതാണ്. എന്തിന് മസ്തത്? വാഴ്. അത് കലാമുൻ യുലീനുൽ ഖുലൂബൽ ഖാസിയ, കടുത്ത ഹൃദയങ്ങളെ എന്താക്കും? അത് മയപ്പെടുത്തി കളയും. അങ്ങനത്തെ കലാമാണ് വാഴ് എന്ന് പറയുന്നത്. വയുലത്തിഫു തബാഇൻ നാഫിറ, മനുഷ്യന് എന്താക്കും? ഒതുങ്ങാത്ത പ്രകൃതികൾ എന്താക്കും? അത് മയപ്പെടുത്തി കളയും. പദം വരുത്തല്. ബിസ്ക്കറ്റിന് ലൊട്ടയിലെന്താക്കും? വെള്ളത്തിലിട്ടാകുന്നില്ല. ലൊട്ട വീണ വച്ചേക്കുന്ന സാധനമാണ്, അത്ര ഹാർഡായിരിക്കും. അത് വെള്ളത്തിലിട്ടാലോ യുലത്തിഫു, അതുപോലെ പതകളതാക്കും. വഹിയ ബി തദ്കീരൽ അവാഖിബി, ഇതിനാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താക്കണം? പറഞ്ഞു കൊടുക്കണം ആദ്യം. തദ്കീർ, അന്തിമ ഭവിഷ്യത്തുണ്ടല്ലോ, അതിലാണ് വയലുണ്ടാണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മാർഗം വഹ്ജുറൂഹുന്ന, ഇല്ലേ? ഇവിടെ അത്തഫ ചെയ്തില്ലേ? ഇല്ലം നഫഇൽ ബഅദു വന്നസീഹത്ത്, പാലിക്കുന്നില്ലെങ്കിലേ രണ്ടാമത്തെ ഉള്ളൂ. അപ്പൊ തർത്തീബുണ്ടെന്നായി. അപ്പൊ ദിക്രിയായ തർത്തീബുണ്ട് അവിടെ, പാ കൊടുത്തിട്ടില്ലെങ്കിലും. ഇനി വഹ്ജുറൂഹുന്ന ഫിൽ മലാജി ഐ ഫിൽ മറാഖിദി. അപ്പൊ ഫലാ തുദ്ഖിലൂഹുന്ന തഹത്തൽ ലഹഫി, പുതപ്പിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. വലാ തുബാശിറൂഹുന്ന വളരിബൂഹുന്ന, എപ്പോൾ? ഇല്ലം നൻസഹ മാ ഫഅൽതും, ആദ്യത്തെ ഒന്നും രണ്ടും ചെയ്തതിന് ശേഷം ഫലിക്കുന്നില്ലെങ്കിൽ. മിനൽ ഇല്ലത്ത്, ഒന്ന് അത്, രണ്ട് ഹജ്റാന്. ലർബ് എന്ന് പറഞ്ഞാലോ ലർബൻ ഗൈറ മുബർരിഹിൻ, പെരുക്ക് പറ്റാത്ത അടിയായിരിക്കണം. വലാ ഷാഇൻ, അത് കലകളോ മറ്റു പോറലോ ഉണ്ടാകാൻ പാടില്ല. വലാ കാസിരിൻ, എല്ലുകളും മറ്റും പൊട്ടിക്കുന്നതാകാൻ പാടില്ല. വലാ ഖാദിഷിൻ, മുറിവുണ്ടാകുന്നതും പാടില്ല. ഖാദിഷ് എന്ന് വെച്ചാലോ ഒരു കല കാണലില്ലേ. അപ്പൊ ഫൽ ഉമൂർ സലാസത്ത് മുതറത്തബത്തുൻ എന്നായി. മൂന്ന് കാര്യം, ഒന്ന് ഇത് വാള്, രണ്ട് ഹജറാന്, മൂന്ന് ലർബ് എന്നുള്ളത് തർത്തീബിലാണ്. യംബഗ യതദറജ ഫീഹാ, അതിൽ 1, 2, 3 തർത്തീബിൽ തന്നെ പോകണം എന്നാണ്. അപ്പൊ തർത്തീബിനെ ഫായ്ദ ഒപ്പിക്കാനുള്ള എന്തില്ല? ഫാ കൊടുത്തിട്ടില്ല. ഇനി അത് ഏതെങ്കിലും ഒന്നുകൊണ്ട് എന്താക്കി? ഓള് ഭയപ്പെട്ട് എന്നാ കമാഹു അല്ലാഹു, അങ്ങനെയാണ് പതിവ്. ഫലാ തബ്ഗു അലൈഹിന്ന സബീല, മറ്റൊരു മാർഗം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നേരായെങ്കിൽ പിന്നെ എന്തില്ല? കജറാൻ പറ്റൂല. അതുകൊണ്ട് നന്നായ പിന്നെ അടി ഒട്ടും പറ്റൂല. ആക്ഷേപിക്കൽ കൊണ്ടും കുറ്റപ്പെടുത്തൽ കൊണ്ടും അതിയത്ത് കൊണ്ടും നിങ്ങൾ വേറെ മാർഗം അപ്പം നിങ്ങൾ കുറ്റക്കാരുണ്ടാവും.
ഫഅസീലു അൻഹുന്ന തഅറുദ, പിന്നെ എന്താക്കണം, അതിലേക്ക് എത്തിനോട്ടം തന്നെ ഒഴിവാക്കിക്കണം. വജഅലു മാ കാന മിൻഹുന്ന കഅൻ ലം യകുൻ, അവളുടെ വക്കൽ നിന്ന് സംഭവിച്ചത് ഒന്നും സംഭവിക്കാത്തതുപോലെ ആക്കിക്കോ. കാരണം ഫഇന്ന താഇബ മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, എന്നതൊരു ഹദീസാണ്. ദോഷങ്ങളത്തോട്ട് തൗബ ചെയ്ത ആള് തീരെ ദോഷമില്ലാത്ത ആളെ പോലെയായി, അത് ഹദീസാണ്. അല്ലെങ്കിൽ പിന്നെ എന്താക്കും, തീർത്താലും തീരാത്തത് ഇവരുണ്ടാക്കി, ഉലമാരുണ്ടാക്കിയില്ലേ. ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറാ, ഇന്നല്ലാഹ കാന അലിയ്യൻ അഅലാ അലൈക്കും ഖുദ്റതൻ മിൻകും അലൈഹിന്ന, നിങ്ങൾക്ക് സ്ത്രീകളെ മേലിൽ എന്താണ്, സ്ത്രീകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ, എന്നതുപോലെ നിങ്ങളെ അപേക്ഷിച്ച് അള്ളാഹ്ക്ക് ശക്തിയുണ്ട്. കബീറ എന്ന് പറഞ്ഞാൽ അഅലമ മിൻകും അലൈഹിന്ന, സ്ത്രീകൾക്കെതിരെ മേലിൽ നിങ്ങൾക്ക് എത്ര ആലമാണോ അതിനേക്കാണ് ആലമാണ് ആര്, അള്ളാഹു. അതുകൊണ്ട് ഫഹദറു മുഖാലഫതഹു, അള്ളാഹു തആലാന്റെ മുഖാലഫത്ത് നിങ്ങൾ പേടിക്കണം. വഅഫു അൻഹുന്ന ഇദാ റജഅന, തൗബ ചെയ്ത് എല്ലാം നേരെയായി കഴിഞ്ഞാൽ പിന്നെ പണ്ടേ തന്നു മാപ്പാക്കിയേക്കണം. എന്നെക്കൊണ്ടല്ലേ അന്നക്കും നിങ്ങൾ തഅശൂനഹു, അള്ളാഹു തആലയെ കുറിച്ച് കടകാട്ടുന്നില്ലേ. എന്നിട്ട് നിങ്ങൾ തൗബ ചെയ്തിട്ട് കത്താബിന്റെ ദംബിക്കമല്ല നമ്പലഹു എന്നാക്കിയില്ലേ. അല ഉലുബ് ശൈനിഹി വ കിബിരിയായി സുൽത്താനിഹി, അള്ളാഹു തആലാന്റെ ശൈനും അവന്റെ കിബിരിയാവും എത്ര മാത്രമുണ്ട്. എന്നിട്ട് സുമ്മ തതൂബൂന, നിങ്ങൾ തൗബ ചെയ്ത് ഫയതൂബു അലൈക്കും, അള്ളാഹു തൗബ നൽകുന്നുണ്ട്. ഫഅൻതും അഹഖു ബിൽ അഫവി, അതുകൊണ്ട് മാപ്പ് കൊടുക്കാൻ നിങ്ങളാണ് ഏറ്റവും അവകാശപ്പെട്ടവർ. അമ്മൻ ജനാ അലൈക്കും ഇദാ റജഅ, പണ്ട് തൗബയിലേക്ക് വന്നാല് മാപ്പ് കൊടുക്കാൻ നിങ്ങളാണ് അവകാശം. فإذا وقف واطلع من زوجته على فجور أي فسق أو فساد أو ميل إلى الباطل فإنه يطلقها إلا أن لا يصبر عنها فيمسكها. ഇനി പറയുന്നത് وإذا وقف, ഇവന് അറിഞ്ഞ് വത്തലഅ മിൻ സൗജതിഹി, സൗജത്തിന്റെ വാക്കൽ നിന്ന് ഇവന് വെളിപ്പെട്ടിട്ടുണ്ട്, അലാ ഫുജൂറിന്, എന്താ ഫുജൂർ, ഫിസ്ക്, ഫസാദ് അല്ലെങ്കിൽ ബാത്തിലേക്ക് പോക്ക് മുതലായവ. എന്നെന്താക്കുക, എനിക്ക് വേണ്ടെങ്കിൽ തലാഖിലിക്കും, എപ്പോഴും അടിയും കുത്തുമല്ല എന്നാ ഒഴിവാക്കിയ. പക്ഷേ ഒഴിവാക്കിയാലും ഓൻ കോളപ്പെടാൻ തോന്നുന്നില്ല, എന്നാ ഫൈൻസിക്കാൻ ചെയ്തോ. തലാഖില്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് കോളപ്പെടാൻ പറ്റുന്നില്ല എന്നാ വിടണ്ട, അതിനോട് വേറെ മറുപടി ഇല്ലല്ലോ ഇനി. روي أنه جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله, الله رسوله, إن الامرأة, എനിക്കൊരു പെണ്ണുണ്ട്, ലാ തറുദ്ദു യദൽ ആമിസിൻ, ആര് തൊട്ടാലും കൈ തടയൂല. കാല, അപ്പോ തല്ലിക്കാന്ന്, പിന്നെ എനിക്ക് വേണ്ടെങ്കിൽ നീ ഒഴിവായിക്കും. കാല അഖ്ശാൻ തത്ബഅഹ നഫ്സി, എൻ്റെ നഫ്സ് എന്താക്കും, അവളെ പിന്നാലെ തന്നെ പോയിക്കളയോന്ന് വന്നു. അപ്പോൾ അവളെ ആഗ്രഹം വിടുന്നില്ല, എന്താ പിടിച്ചോന്ന് വന്നു. അതല്ലാത്ത വേറെ മനുഷ്യനിക്ക് മറുപടി പിടിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ആ മഹലിൽ നിൽക്കാൻ കഴിയുന്നില്ല, എന്നാ രാജിവെച്ച് പോയിക്കോ. ആണ് നല്ല വരുമാനം ഉണ്ട്, എന്നാ കാട്ടിൽ നിന്നോ, ഇതല്ലാണ്ട് വേറെ മറുപടി ഇല്ലല്ലോ. നല്ല ടിഫിന് ചോറും ആട്ടും തലയിലും കിട്ടും, എന്നാലും ബാക്കി തൈക്കൊണ്ടിലൂടാ അങ്ങ് നല്ല കഴിക്കുമല്ല. അവിടെ കമ്മിറ്റിക്കാരൻ കൊടുക്കാൻ കഴിയില്ല, നിൽക്കണ്ട. അതന്നെ മറുപടി. എൻ്റെ നഫ്സ് എന്താക്കും, ഓളെ പിന്നാലെ പോയി കളയും, കാലം അംസിക്കുക, എന്നാൽ പിന്നെന്താക്കുക, അവിടെ പിടിച്ച് നിർത്തിക്കോ. പിന്നെ ഖൗഫൻ അലൈഹി, ഇവനിക്ക് പേടിച്ചിട്ടാണ്. ബി അന്നഹു ഇൻ തല്ലഖഹ തബഅഹ, എന്താക്കും, തലാഖ് എല്ലിയാൽ ഓളെ പിന്നാലെ പോകും. ഫസദഹുവ ഇദൻ മഅഹ, എന്നാ പിന്നെ എന്തായി, പിന്നെ അതിനെക്കാണ് ഇവൻ ഫസാദായില്ലേ. അപ്പൊ ഫറഅ മാ ഫീ ദവാമി നിക്കാഹിഹി, അപ്പോൾ നിക്കാഹ് നിലനിർത്തുന്നതിൽ കണ്ടതെന്താ, മിൻ ദഫ്ഇൽ ഫസാദി അൻഹു, അവനെ തൊട്ട് ഫസാദ് തടുക്കലാണ്. മാ ലീഖ് കൽബിഹി, ലേഖുൽ കൽബുണ്ട്. അപ്പൊ കഴിച്ചിട്ട് ഇറക്കിക്കൂടാ, മതിർച്ച് തുപ്പിക്കൂടാന്ന് പറഞ്ഞ മാതിരി, കഴിക്കുന്ന് തുപ്പിയെ തുപ്പിക്കൂടാ മതിർക്കുന്നു, കാട് പിടിച്ചു വെച്ചോ.
അവലയാണ്. ഇത് മാഫി ദവാമി നിക്കാഹി, അവന്റെ നിക്കാഹ് നിലനിൽക്കുന്ന ഒന്നിൽ എന്തുണ്ട്? മിൻ ദഫ്ഇൽ ഫസാദി അൻഹു, അവനെ തൊട്ട് ഫസാദ് തടുക്കലുണ്ട്. ഏതോടൊപ്പം ലീഖുൽ ഖൽബും ഉണ്ട്. അതാണ് മുന്തിക്കാൻ നല്ലത്. ലീഖുൽ ഖൽബ് സഹിച്ചോന്നാ പറയുന്നത്. ഔല എന്റെ ഖബർ. ഫലാ ബുദ്ദ ലിർരിജാലി, അനിവാര്യമാണ് മിൻ തഹമ്മുലിൽ മകാരിഹ്, അനിഷ്ടകരമായ കാര്യങ്ങളെ സഹിക്കൽ. قال رسول الله صلى الله عليه وسلم أيما امرأة ماتت وزوجها عنها راض دخلت الجنة. ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് എത്തരത്തിൽ സൗജി അവളെ തൊട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ്, എന്നാൽ അവൾ സ്വർഗാവകാശിയാണ് എന്നാണ്. വഖാല അയ്ളൻ, വീണ്ടും പറഞ്ഞു, ലാ തുദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുന്യാ, ഒരു പെണ്ണും ദുന്യാവിൽ വെച്ച് സൗജിനെ ബുദ്ധിമുട്ടാക്കണ്ട. ഇല്ലാ കാലത്ത് റൗസുഹു മിനൽ ഹൂറിൽ, ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ വിളിച്ചു പറയും, ലാ തുദീഹി, പെണ്ണെ ആ ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കണ്ട, കാത്തലക്കില്ല, നിനക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഫഇന്നമാ ഹുവ ഇൻദക ദഖീലുൻ യൂസിക യുഫാരികക ഇലൈനാ, ആ ഭർത്താവുണ്ടല്ലോ, നീ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് നിന്റെ അടുക്കൽ ദഖീലുൻ, ഒരു വിരുന്നുകാരൻ്റെ മാതിരിയാണ്. ആ വിരുന്നുകാരൻ എന്താക്കും? ഉടനെ പിരിയും. പിരിഞ്ഞാ ബെർത്ത് നമ്മളിലേക്കാണ്. ബുദ്ധിമുട്ടാക്കാൻ നിൽക്കണ്ട. ഇനി പുതിയൊരു വിഷയം, وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها. വൈൻ ഖിഫ്തും, നിങ്ങൾ പേടിച്ച്, പേടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, അതല്ല, ഐ ലനൻതും അയ്യുഹൽ ഹുക്കാം, ഹാക്കിമീങ്ങളോടാണ് പറയുന്നത്. അതായത് ഇവരുടെയൊക്കെ കേസെത്തിക്കഴിഞ്ഞാൽ ഹാക്കിമീങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, കാദിമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കാദിമാർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനാണ് എന്താക്കിന് ബക്കുബറടിച്ചിന് തൊപ്പിയിട്ടിട്ട്. അത് അനുസരിക്കൽ ഇവരുടെ കടമയുണ്ട്, കൃത്യമായി പാലിക്കൽ ഈ കാദിയാരുടെ കടമയുണ്ട്. ഷിക്കാക്ക ബൈനിഹിമ, അവരിടയിൽ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഷിക്കാക്കിനെ പേടിച്ച്. എന്താ ഷിക്കാക്ക്? ഖിലാഫൻ, ഷിക്കാക്കിന്റെ മാന ഖിലാഫൻ. ബൈനിഹിമ എന്ന് പറയുന്നത് ബൈനൽ മർഅത്തി വ സൗജിഹ. വലാ തദറൂന മിൻ ഖിബലി അയ്യിഹിമാ യഖഉൻ നുശൂസ്, ഈ നുശൂസ് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം? അതിന്റെ ഒരു ഉത്തരവാദിത്തമല്ലോ, വല്ലതീ തവല്ലാ കിബ്റഹു എന്നുണ്ടാവുമല്ലോ, അതിന്റെ മെയിൻ ഉത്തരവാദി ആരാണ് ഇവിടെ പിഴവ്? അല്ലാതെ തവല്ലാ കിബ്റഹുനാണ്, കിബ്റും കാട്ടി നടന്ന വ്യക്തി എന്നല്ല അർത്ഥം. മനക്ക് ഒരു പച്ച വരുന്ന ഒരു വേദം വന്നു, ഈ ചുമരിൽ പച്ച കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ കൊക്കിങ്ങനെ ഇട്ടിട്ട് ആ കൊക്കിടുമ്പോൾ എന്താക്കും, എനിക്ക് വേദം ഇങ്ങനെ വരും. അങ്ങനെ പറയല്. അപ്പം എന്താക്കും, നമ്മ പച്ചനെ കാണാൻ പോയി. ഭഗവാൻ പറഞ്ഞ് നിങ്ങൾ വന്നു ലീവാന്ന്, പച്ചയില്ല അല്ല, അത് ബാക്കി എന്തെങ്കിലും പിച്ചിക്കാനൊക്കെ ഉണ്ടാവില്ല. ഇനി നമ്മൾ നേരത്തെ കാലത്തെ വന്നെങ്കിൽ ലീവ്, നമ്മൾ അടക്കുന്നത് പോയിട്ടുണ്ടെങ്കിൽ പോയതക്കത്തിന് വന്നു, പോയ സമയത്താണ് വന്നത്. അല്ല, നിങ്ങൾ വൈകി വന്നാലോ, നിങ്ങൾ വരാണ്ട് എത്തുമ്പം ആദ്യം വന്നിട്ടുണ്ട്. എല്ലാത്തിനും കോമറ്റിക്കാർക്ക് മറുപടി ഉണ്ട്. വന്നിട്ട് പോയി, നിങ്ങൾ അടുക്കേണ്ടത് പോയപ്പോൾ ആ പോയതക്കത്തിന് അത് വച്ചു വന്നു. നിങ്ങൾ ആദ്യം എന്തും ഉണ്ടെങ്കിൽ അന്ന് ലീവ്. നല്ല രക്ഷപ്പെടാനുള്ള മാർഗ്ഗമല്ലേ. ഞാനും കേൾക്കാൻ പോയിനി, തലേമ്മ സ്റ്റേജമ്മ പൊടി പൊടിച്ച് വയലെന്ന് പറഞ്ഞ ആളാന്ന് പിറ്റേന്ന് പത്രക്കള്ള സുമ്പിച്ചിട്ട് പച്ചനെ കാണാനിരുന്നത്. നിച്ച മാമാട്ടിക്കുട്ടി മിമിക്രി എന്നൊരു സാധനം ഇല്ലേ, അതന്നെ. ജോല്ലതി തവല്ല കിബ്രോന് നടത്തുമ്പോൾ കിബ്രും കാട്ടി നടന്നാളും നമ്മൾ അങ്ങനെ അർത്ഥമല്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും, ഇന്നലെ ഇത്ര ആളുണ്ടായിട്ടില്ല, അപ്പം നിങ്ങൾക്ക് അസൂയ ഉണ്ടാകുന്ന അയാൾ കുറ്റപ്പെട്ടു. വല്ലതീ തബല്ല കിബ്രഹു ആരാന്ന്? അബ്ദുല്ലാഹ് ബിൻ സലൂലല്ലേ ആയിഷ ബീബിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആള് അല്ലേ ബഷീർ സാദ്?
അപ്പൊ ഇത് ആരവക്കൽ നിന്നാണ് പ്രശ്നം എന്ന് തിരിയുന്നില്ല. എന്നാൽ നിങ്ങൾ അയക്കണം ഇല സൗജൈൻ, സൗജയിലേക്ക് അയക്കണം. എന്തിനാ ഉദ്ദേശം? ഇസ്ലാഹി ദാത്തിൽ ബൈൻ, ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. ഹക്കമൻ, ഹക്കമൻ എന്നാണ് റജുലൻ ആദിലൻ സാലിഹൻ ലിൽ ഹുകൂമത്തി വൽ ഇസ്ലാഹ്, ഹുകൂമത്തിനും ഇസ്ലാഹിനും കൊള്ളാവുന്ന നീതിമാനായ ഒരു റജുൽ എന്താക്കണം? അയക്കണം. എന്നാലേ ഹക്കമാവുള്ളൂ. ആരെങ്കിലും പിടിച്ചയച്ചിട്ട് കാര്യമില്ല. ആ ഇനി മിൻ അഹ്ലിഹി എന്ന് പറഞ്ഞാൽ സൗജിന്റെ ഭാഗത്ത് നിന്ന്, അഹ്ലുകാരിൽ നിന്ന്. ഹക്കമൻ ആഖറ, മറ്റൊരു ഹക്കമിനെ അയക്കണം. അലാ സിഫത്തിൽ അവ്വലി, ഒന്നാമത്തെ സിഫത്തിൻ്റെ ആൾ തന്നെ അയക്കണം. മിൻ അഹ്ലിഹ, പെണ്ണിന്റെ അഹ്ലുകാരിൽ നിന്ന്. ചുരുക്കത്തിൽ രണ്ട് ഭാഗത്തു നിന്ന് ഒരു ഹക്കമിനെ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട്? ഫഇന്നൽ അഖാരിബ അഅറഫു ബിബവാതിനി അഹ്വാലിഹിം, അവരുടെ കുടുംബക്കാർക്കാണ് ഇതിൻ്റെ ബവാത്തിനുള്ള അഹ്വാൽ കൂടുതൽ അറിയൽ, ഉള്ളിലുള്ള കാര്യം. അപ്പൊ പുറത്തുനിന്ന് ആളല്ല. വാത്തലബലി സലാഹി ബൈനഹും, അവർ രണ്ടിൻ്റെ ഇടയിൽ സലാഹ് ഉണ്ടാകണമെന്ന് കൂടുതൽ ആവശ്യപ്പെടുന്നവരും അവരാണ്. കണ്ടാണ് എന്താക്കുന്നത്? മിൻ അഹ്ലിഹി മിൻ അഹ്ലിഹ, രണ്ട് കൈത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ അറിയില്ലല്ലോ, മിൻ അഹ്ലിഹ ആവുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ മുഴുവനും ഹാക്കായിക്കൊള്ളുന്നുണ്ട്. അവർ നിജസ്ഥിതി ഓരോ അറിയാനായി പറയുന്നത്, ആരും പറഞ്ഞ വിശ്വസിക്കാനല്ല. വഅൻസഹുലഹും, അവർക്ക് ഏറ്റവും നിസ്സുള്ളവരുമാണ്. വഅസ്കനു ലിനുഫൂസിഹിം, അവരുടെ നഫ്സുകൾക്ക് സമാധാനം ഉണ്ടാക്കണം. വേറെ ആളുടെ വേണ്ട, പെരക്കാരുണ്ടായാൽ മതി. എന്തുകൊണ്ട്? ലിഅന്ന നുഫൂസ സൗജൈനി തസ്കുനു ഇലൈഹിമാ, അവരവരുടെ അഹ്ലുകാരിൽപ്പെട്ട ആ ഹാക്കിമുണ്ടല്ലോ, അവരിലേക്കാണ് സൗജൈന നഫ്സ് കൂടുതൽ അറിയുക. വതുബിരിസു മാ ഫീ ദമാഇരിഹിമാ, അവർ രണ്ടുപേരുടെയും മനസ്സിനുള്ളിൽ നിന്ന് വെളിപ്പെടുത്തും. മിൻ ഹുബ്ബി അഹദിഹിമൽ ആഖർ, ഒരാൾ മറ്റേയാളെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്ന ആൾ, ആരാരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഓർക്കറിയാം. ചിലപ്പോൾ പെണ്ണെന്താക്കും? ഭർത്താവിനെ സ്നേഹിക്കുന്ന ആളാകാം, ഭർത്താവ് പെണ്ണിനെ സ്നേഹിക്കുന്ന ആളാകാം. രണ്ടാളെ സ്നേഹം വരുമല്ലോ. അതുപോലെ പോകും. അപ്പോൾ പുറത്തുണ്ടാകാതിരിക്കില്ല. ചിലപ്പോൾ ഇയാൾ ഇത് കലക്കി കിട്ടിയാൽ എന്തെങ്കിലും നേട്ടം കൊയ്യുന്ന ആളും ഉണ്ടാവും. എന്നിട്ടോ ഇൻയുരീദ എന്നതിൻ്റെ ദമീർ ഇപ്പം പുറത്താക്കിന് സൗജം സൗജത്തിലേക്കൊന്ന് ഉടക്കി. ആ ഭാര്യ ഭർത്താക്കന്മാർ ഉദ്ദേശിക്കുന്ന ഇസ്ലാഹിനെ ഉദ്ദേശിച്ചാൽ ഇവർ ഈ ചർച്ചയിൽ എന്താക്കും? അത് ശരിയായിട്ട് വരുമെന്നാണ് അവർ പറയുന്നത്. വേറെ ചില തഫ്സീർ പറഞ്ഞു ഇൻയുരീദ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹക്കമുണ്ടല്ലോ, ഈ രണ്ട് ഹക്കം എന്താക്കാന്ന് മനസ്സ് കൊടുത്താൽ ഈ സുൽഹ് ഉണ്ടാക്കി തീർക്കാം. അതെ ലാഹിറത തോന്നുന്നു. ഇവിടെ മുപ്പുറത്ത് ഇൻയുരീദാന്റെ തസ്നിയ ദമീറുണ്ടല്ലോ, സൗജും സൗജത്തും തമ്മിൽ നന്നാകണമെന്ന് ആഗ്രഹിച്ചാൽ ഇസ്ലാഹിൻ ഉദ്ദേശിച്ചാൽ, എന്തിനാ ഇസ്ലാഹി? ലഹുമ, അവർക്ക് ഉണ്ടാക്കും. ഐ മാ ബൈനഹുമ മിന ശിഖാഖിൽ നിന്ന് ഇസ്ലാഹാക്കൽ. യുവഫിഖില്ലാഹു, അല്ലാഹു തആല എന്താക്കും? ബൈനഹുമ, അവർ ഭാര്യ ഭർത്താക്കന്മാരിടയിൽ അല്ലാഹു തആല എന്താക്കും? തൗഫീഖ് ഉണ്ടാക്കും. അതവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി. മറ്റേ തൗഫീഖല്ലേ, തൗഫീഖില്ലാഹി എന്ന് പറയില്ലേ. അപ്പം മറ്റേതാണ് ആഹിറാകുന്നത്. ഇവർ രണ്ടാളൊന്ന് മനസ്സ് കൊടുക്കുക, ഇത് നേരെ കൊണ്ടുപോകണം. എന്നാൽ എന്താക്കും? അള്ളാഹിന്റെ തൗഫീഖ് അവിടെ വരും. അത് ചില പറയില്ലേ, നിങ്ങൾ വിചാരിച്ചാലാവും. ഇപ്പം അതിപ്പോൾ വളരെ ലാഹിറാകുന്നല്ലേ. അതാ യൂഖിഉ ബൈന സൗജൈനിൽ മുവാഫഖത വൽ ഇൽഫ, പരസ്പരം യോജിപ്പും എന്താക്കും? ഇൽഫത്തും അല്ലാഹു തആല ഉണ്ടാക്കുന്നതാണ്. എന്തിൻ്റെ? യുവഫിഖില്ലാഹു വബില്ലാഹി തൗഫീഖിന്റെ വയനാക്കല്ല. ബിഹസ്നി സഅയിൽ ഹകമൈൻ, ഹകമൈനിന്റെ രണ്ട് ഹക്കമിന്റെ നല്ല അധ്വാനത്തിന്റെ കാരണത്തിന് വേണ്ടി. വയുൽഖി ഫീ നുഫൂസിഹിമൽ മവദ്ദത വറഅഫ, മവദ്ദത്തിനെയും റഅഫത്തിനെയും അല്ലാഹു തആല അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ട്? വഫീഹി തംബീഹുൻ അലാ അന്ന മൻ അസ്ലഹ നിയ്യതഹു ഫീമാ യതഹറാഹു, ഓരോ മനുഷ്യനും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവനെ നെയ്യത്ത് നന്നാണെങ്കിൽ എന്താകും? വഫഖഹു അല്ലാഹു തആല, അല്ലാഹുവിന്റെ തൗഫീഖ് വന്നു ചേരും. ലിമബ്തഗാഹു, അപ്പോൾ പഠിക്കണമെന്ന്
വിദ്യാർത്ഥിക്കും താല്പര്യമുണ്ട്, പഠിപ്പിക്കണമെന്നും പഠിച്ചു കിട്ടണമെന്നും ഇവന് താല്പര്യമുണ്ടെങ്കിൽ അല്ല പഠിപ്പിക്കില്ല. നിങ്ങളാണ് ക്ലാസ് എടുത്തോന്ന് നിങ്ങൾ ഇവിടുത്തെ തൊഴിലാളിയാന്ന് മാസപ്പൊടി വാങ്ങുന്ന ആളാന്ന് നമ്മൾ തുടങ്ങിക്കോളാം. എന്നാൽ പിന്നെ ആരും പഠിക്കലുണ്ടാവില്ല. എന്നുവെച്ചാൽ പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യലുണ്ടാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇത്ര കിട്ട് ആൻസർ പേപ്പർ അതെന്താക്കിയെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ആര് ജയിച്ചോ ഞാൻ തോറ്റെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. വലിയ ഇതാ അപ്പോൾ ഓരോരുത്തരും അവരവരെ നെയ്യത്ത് നന്നാക്കുക. ഈമരീത ഇസ്ലാം യോഫിക്കല്ല ബൈനഹുമ എന്നുള്ളത് പൊതു കാനൂനായി മാറി. എന്തിലും നല്ല നെയ്യത്തോടെ പ്രവർത്തിച്ചാൽ സംഗതി വിജയിക്കും. അപ്പോൾ ഒരു ലാക്കട്ടർ വിചാരിക്കുന്ന ഇവൻ്റെ രോഗം മാറിയിട്ട് നല്ല ആഫിയത്തോടെ നടക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് മാറണമെന്ന് വിചാരിച്ചാൽ എന്തായി മരുന്ന് കുടിച്ചാൽ നിരക്കുള്ള കുടിച്ചാൽ നിരക്കുള്ള പച്ചവെള്ളം കൊടുത്താൽ നിരക്കുള്ള ചപ്പ് കൊടുത്താൽ നിരക്കുള്ള വിട്ടങ്ങോട്ട് മാറും. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ. അപ്പം ഇറാദത്താലേക്ക് വിട്ട് സൗജത്തിലേക്ക് വിട്ട്. അപ്പം പിന്നെ ഹക്കമിന് എന്താ പണിയുന്നതാണ് അതെന്താക്കി ബി ഹുസൈൻ ഷായിൽ ഹക്കമൈനെന്ന് എന്താക്കുന്നറിയോ മൂപ്പറാട ഒരു സബബ് കൂട്ടി കൊടുക്കരുത്. അപ്പം നല്ല നീയത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കും സാഹിക്കും. മറ്റേത് പറഞ്ഞാൽ എന്താക്കും രണ്ട് ഹക്കമ പ്രവർത്തിക്കുക, ഇവരുടെ താൽക്കാലം മുണ്ടെടുക്കുക തീരുമാനാട്ടെ. അപ്പം അല്ലാഹു തആല അലീമുൻ ഖബീറുമാണ്. അപ്പോൾ ഇൽമും ഖബറും എന്താ വ്യത്യാസം? ഇൽമിനാക്കാണ് അഖസ്സായിരിക്കും ഖബർ എന്നുള്ളത്. ബിൽ ലവാഹിരി വൽ ബവാത്തിനി, ലാഹിർ കൊണ്ടും ബാത്തിനി കൊണ്ടും അല്ലാഹു തആല അലീമുമാണ് ഖബീറുമാണ്. അത് ലഫ്നസ്സാക്കാൻ പറ്റൂല. അതുകൊണ്ട് അലീമൻ എന്ന് പറഞ്ഞ ലാഹിറിനോടും ഖബീറൻ എന്നുള്ള ബാത്തിനോട് വന്നാൽ എന്താക്കാലോ ഇൽമിൻ്റെ താലൂക്ക് കുറഞ്ഞു പോകും. ഷിക്കാക്കിനെ എങ്ങനെ നീക്കം ചെയ്യാം, യോജിപ്പിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അല്ലാഹു തആല അറിയും. അതിനെ പമ്പഴിയുടെ പറഞ്ഞത് വഫിൽ ആയത്തി, ആയത്തിലുണ്ട് ഹഖ്ഖുൻ അലാ ഇസ്ലാഹി ദാത്തിൽ ബൈനി, പിണക്കമുള്ള എല്ലാത്തിനെയും ഇസ്ലാഹാക്കണം. അപ്പോൾ ഈ സൗജൻ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. قال رسول الله صلى الله عليه وسلم ألا أخبركم بأفضل من درجة الصلاة والصيام والصدقة. നമസ്കാരത്തിൻ്റെ ദറജ, നോമ്പിൻ്റെ ദറജ, സദഖന്റെ ദറജനേക്കാൾ അഫ്ദലായ ഒരു കാര്യം വരട്ടെ. അപ്പം ഇതേതായിരിക്കും? ഫർദാക്കപ്പെട്ടതായിരിക്കില്ല. ഫർദാക്കപ്പെട്ട നമസ്കാരത്തിനെ മറികടക്കുന്ന വേറെ പണിയെടുത്താൻ പറ്റൂലല്ലോ. ഖാലു ബല, അസ്ഹാബിമാർ പറഞ്ഞ് ബല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരം പണങ്ങിയ അവിടെ എന്താക്കണം? നന്നാക്കലാണ്. അപ്പം നിസ്കാരം ഏതായിരിക്കും? അസ്സലാത്തു സുന്നത്താന നമസ്കാരം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്നമ ദീനു നസീഹ, ദീൻ എന്ന് പറഞ്ഞ നസീഹത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇന്നമൻ്റെ പണി എന്താ? അദ്ദീൻ എന്ന മുബ്തദാന അൻ നസീഹത്തു എന്ന് പറഞ്ഞതിൽ ഹസറാക്കല. അവ നസീഹത്ത് വിട്ടിട്ട് കളിയയില്ല, നസീഹത്ത് തന്നെ. ഖാലഹ സലാസൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് 3 വട്ടം പറഞ്ഞു. ഖാലു, അബ ചോദിക്കുന്ന ലിമൻ, ആ നസീഹത്തിൻ്റെ ഒരു മറുവശം വേണ്ടേ? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ വ്യാഖ്യാനമുള്ള ഹദീസാണ് നസീഹത്തും. എന്നിട്ട് അതിന് ആരോടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സഹീഹ് ബുഖാരി ഹദീസുണ്ട്, അള്ളാഹിനോട്, റസൂലിനോട്, അയിമ്മത്തിനോട്, കിതാബിനോട്. നോക്കും വലിയ കിതാബായി മാറി അശറഹ്. ഖാല ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുഅ്മിനീൻ വലി ആമ്മത്തിഹിം. 5 ആളോട് വേണം പറഞ്ഞു. എന്നല്ലോ ആയി. ഒന്ന് അള്ളാഹുവിനോടെന്ന് പറഞ്ഞാലോ, അള്ളാഹിനോട് എന്താണ് ഇപ്പം ഇവൻ്റെ നസീഹത്തിന് ആവശ്യം? അതായത് അള്ളാഹുവിന് വാജിബായ എന്ത് കാര്യമുണ്ടോ അതെല്ലാം ഇസ്ബാത്ത് ചെയ്യുകയും, പിന്നെ അപ്പം എന്താണ് അള്ളാഹു തആലാക്ക് വാജിബാണ്? വഹദാനിയത്ത് വേണം, ഇൽമ് വേണം, ഇറാദത്ത് വേണം, അങ്ങനെ തുടങ്ങിയ സിഫാത്തുകൾ.
അള്ളാഹു തആലാക്ക് ഹവാദിസിന്റെ ഒരു ഷായിബത്ത് പോലും തട്ടാത്ത രീതിയിൽ അള്ളാഹുവിനെ എന്താക്കണം, സിഫാത്തിനെ തൊട്ട് ഇവിടെ ചെറുങ്ങനെ ഒട്ടിക്കണം. ചുരുക്കത്തിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കലുണ്ട്. ഇനി വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പോലെ റസൂലിഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ടേ 10 ഹക്ക് പഠിക്കലുണ്ടല്ലോ. ഒരു കിതാബിഹി എന്ന് പറഞ്ഞാൽ കിതാബ് ഏതാന്ന് അതിനോട് നമ്മൾ 5-6-7ഓളം ഹക്ക് വ്യാഖ്യാനിച്ചിട്ട്. ഒരു അയിമ്മത്തിൽ മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാർ, ഇമാമിങ്ങൾ, പിന്നെ ആമ്മത്തിനോടും എല്ലാം പെട്ടില്ലേ. അപ്പൊ അത് പറയുന്നുണ്ട്, അല്ലാഹു തആലാക്കുള്ള നസീഹത്ത് എന്ന് വെച്ചാൽ അൻ തുഅ്മിന ബില്ലാഹി വലാ തുശ്രിക ബിഹി ശൈആ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഒന്നിനെയും ശിർക്ക് വെക്കാൻ പാടില്ല. വതഅമല ബിമാ അമറ അല്ലാഹു തആല ബിഹി, അല്ലാഹു തആല കൽപ്പിച്ച കാര്യം കൊണ്ട് അമൽ ചെയ്യലും. വതൻതഹിയ അമ്മാ നഹാ അൻഹു, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും. വതദഉ അന്നാസ ഇലാ ദാലിക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലും. വതദുല്ലഹും അലൈഹി, അതിനു വേണ്ടി അവർക്ക് അറിയിപ്പ് കൊടുക്കലും. അതാണ് ചുരുക്കത്തിൽ. വഅമ്മൻ നസീഹത്തു ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഅമല ബിസുന്നതിഹി വതദഉ അന്നാസ ഇലൈഹാ, തങ്ങളുടെ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യലും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കലുമാണ് എന്ന് അവർ ചുരുക്കി. അത് തുടങ്ങിയാൽ തന്നെ തിരിയും. മുമ്പ് നമ്മൾ 10 ഹക്ക് പഠിച്ചിട്ടുണ്ട്, അതെല്ലാം തന്നെ. അമ്മൻ നസീഹത്തു ലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ 7 ഹക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻ തുഅ്മിന ബിഹി വതത്ലുബഹു വതഅലമ ബിമാ ഫീഹി, അത് വിശ്വസിക്കുകയാണ്, അതുപോലെ പാരായണം ചെയ്യലാണ്, അതുകൊണ്ട് അമൽ ചെയ്യലാണ്, ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കലുമാണ് എന്നുണ്ടെങ്കിൽ മുമ്പ് ചുരുക്കി. വഅമ്മൻ നസീഹത്തു ലിൽ അഇമ്മത്തിനോടുള്ള നസീഹത്ത് അല്ലാ തഖ്റുജ അലൈഹിം ബിസൈഫി, ബാളെടുത്തിട്ട് ഓർക്കെതിരെ രംഗത്ത് വരാൻ പാടില്ല. അപ്പം മരണം മുഴുവനാകാൻ എല്ലാം അൽക്കുൽത്തയില്ലേ. വതദഉ ലഹും ബിൽ അദ്ലി വൽ ഇൻസാഫ്, അതുപോലെ അവർക്ക് നീതി ഉണ്ടാവണം, ഇൻസാഫ് ഉണ്ടാവണമെന്ന് വെച്ചിട്ട് ഓർക്ക് വേണ്ടി ദ്വാരക്കല്. പിന്നെ വതദുല്ലന്നാസ അലൈഹി, അതിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കലും. ഇനി വഅമ്മൻ നസീഹത്തു ലിൽ ആമ്മത്തല്ലേ ഫഹുവ അൻ തുഹിബ്ബ ലഹും മാ തുഹിബ്ബു ലിനഫ്സിക്, നിന്റെ സ്വന്തം തടിക്ക് നീ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം അവർക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ്. വഅൻ തുസ്ലിഹ ബൈനഹും, അവരിടയിൽ സുൽഹുണ്ടാക്കലാണ്. വലാ തഹ്ജുറഹും, അവരെ അവഗണിക്കാതിരിക്കലാണ്. വതദഉ ലഹും ബിസ്സലാഹ്, കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് എന്നൊന്നാക്കി അതും ചുരുക്കി. എല്ലാം കൂടെ ഒരു പാരഗ്രാഫിൽ ഒതുക്കി. ഇത് മുഴുവനും ഓരോന്നും വ്യാഖ്യാനിച്ചിട്ട് എന്താക്കി വലിയ കിതാബുണ്ട്. വലാ ശക്ക, സംശയിക്കേണ്ട, അന്നൽ മുസ്ലിഹീന ഹും ഖിയാറുന്നാസ്, സുൽഹുണ്ടാക്കുന്ന ആളുകൾ ജനങ്ങളെ കൂട്ടത്തിൽ നല്ലവരാണ്. കണ്ടോ? അതേ അവസരത്തിലോ ബിഖിലാഫിൽ മുഫ്സിദീങ്ങൾക്കെതിരെ, ഫസാദ് ഉണ്ടാക്കുന്ന ആളോ ഫൈനം സിറാറുൽ ഖൽഖാകും, മടുപ്പുകളിൽ ഏറ്റവും മോശക്കാർ. കാരണം ഇദ്ഹും യസ്ഔന ഫിൽ അർദി ബിൽ ഫസാദ്, കാരണം ഭൂമിയിൽ ഫസാദിനെ പരത്താൻ വേണ്ടി നടക്കുന്ന കൂട്ടരല്ല അവർ. യസ്ഔന ഫിൽ അർദി ഫസാദ വഇഖാദിൽ ഫിത്നതി, ഫിത്നയെ ഇളക്കി വിടാൻ വേണ്ടിയിട്ടും, ദൂന ഇസാലത്തിഹാ, ഫിത്ന നീക്കാൻ വേണ്ടിയിട്ടല്ല. വഖദ് വറദ, മറിയായിട്ടുണ്ട്, അൽ ഫിത്നതു നാഇമത്തുൻ ലഅനല്ലാഹു മൻ അയ്ഖലഹാ, റവാഹു റാഫിഈ റളിയല്ലാഹു അൻഹു. ഫിത്ന ഇപ്പോൾ ഇറങ്ങി കിടക്കുന്നുണ്ട്, അതിനെ വിളിച്ചുകൊണ്ട് നടത്തിയിട്ട് അതിനെ ഹയാത്താക്കിയാൽ അല്ലാഹു തആലാന്റെ ലഅനത്തുണ്ടാവട്ടെ. ഇല്ലാത്ത ഫിത്ന ഉണ്ടാക്കിയിട്ട് അതിന് വലിയ ആലത്താണ് ഇത്. മൊബൈലിന് സാധനം ആണ് ആ ബലിക്കുന്ന മെഷീനിൽ ഇട്ടിട്ട് ഇവിടെ ഇപ്പം ബാക്കി വെച്ചാൽ നോക്കില്ല. അത് വലിയ കനുണ്ടാവും. നാളെ മക്ക് ലേശം പൊട്ടി. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മതിയല്ല. താരോളം പിടിച്ചു അന്ന് കേട്ട് വെച്ച് ഞാൻ പൊളിക്കുക. അതിനടച്ചു
അൽ ഫിത്നത്തു നായിമത്തു ലഅനല്ലാഹു മൻ നൈഖലഹാ റവാഹു റാഫിഉ അൻ അനസ് റളിയല്ലാഹു അൻഹു. ഫിത്ന ഉറങ്ങി കിടക്കുന്ന സാധനമാണ്, അതിനെ വിളിച്ചു നിർത്തി എന്നിട്ടോ ഫിത്ന ഹയാത്താക്കി. അതാണ് തീർന്നു. ഇനി പുതിയൊരു വിഷയം, ആരുമായിട്ടുള്ള നമുക്ക് ബാധ്യതകളുണ്ടെന്നാണ് പറയാൻ പോകുന്നത്.